ന്യൂസ് 2 സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ കൊക്കോ വില കുതിച്ചുയർന്നു. കിലോയ്ക്ക് 1020 രൂപയാണ് കൊക്കോയുടെ പുതിയ വില. സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി കൊക്കോ വിലയിൽ വൻ വർധനവ്. പൊതുവിപണിയിൽ കർഷകർക്ക് ഉണർവേകിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായി 1 കിലോ ഉണക്ക കൊക്കോയുടെ വില 1020 രൂപ കടന്നു. 2 മാസം മുൻപ് വരെ 1 കിലോ കൊക്കോയ്ക്ക് 260 രൂപ മാത്രമായിരുന്നു. ഒരുപാട് കൊക്കോ തോട്ടങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വെട്ടിക്കളയാൻ കാരണം വീടുകളിൽ ഇത് നോക്കാൻ ആളില്ല, കാരണന്മാർ മരിച്ചുപോയി, പിള്ളേർ വെളിയില്ല, പിന്നെ അയൽവക്കക്കാരുടെ ശല്യം, അണ്ണാൻ ശല്യം, അതുകൊണ്ട് വെട്ടിക്കളയും. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കൊക്കോ കുരുവിൻ്റെ ഇറക്കുമതി നിലച്ചതോടെയാണ് സംസ്ഥാനത്തെ കൊക്കോയുടെ വില വർധനവിന് കാരണമായിരിക്കുന്നത്. ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കൊക്കോയുടെ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് കച്ചവടക്കാർ. 1050 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലേ 1050 രൂപ കൊക്കോ വില. ഇനി കൂടുതലെന്ന് വെച്ചാൽ ഡെയിലി 10-20 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം ഓരോ മാർക്കറ്റ്. അതെ, സ്വർണ്ണവില കൂടുന്ന പോലെ ഇത് ഈ കൂടിയത് ഒരു കാരണവശാലും കുറഞ്ഞിട്ടുമില്ല. കൂടി ഇങ്ങനെ 10 രൂപ പോലും അടുത്തില്ല ഇതുവരെ. നല്ലപോലെ പരിചരണം നൽകുകയാണെങ്കിൽ നിറയെ കായ്കൾ ഉണ്ടായി വർഷങ്ങളോളം ആദായം ലഭിക്കുന്ന കൃഷിയാണ് കൊക്കോ കൃഷി. ഒരു കാലത്ത് വിലയിടിവിനെ തുടർന്ന് കൊക്കോ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയും കർഷകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് 1 കിലോ കൊക്കോയുടെ വില 1020 രൂപ വരെ എത്തിയിരിക്കുന്നത്. പ്രധാനമായും കാഡ്ബറീസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ നിന്നും കൊക്കോ ശേഖരിക്കപ്പെടുന്നത്. കൊക്കോ വിലയിൽ വർധനവ് ഉണ്ടായതോടെ കൊക്കോ കർഷകർക്ക് പുത്തൻ ഉണർവാണ് ലഭിച്ചിരിക്കുന്നത്. കൊക്കോ കൃഷി പൊതുവെ ആർക്കും അങ്ങനെ ഇല്ല. ഇവിടെ കുറവാണ്. മുരിക്കാശ്ശേരി, തോപ്രാങ്കുടി, അടിമാലി ഭാഗം. അടിമാലിലെല്ലാം ഒരു ദിവസം ഒരു 500 കിലോ ചില്ലറയായിട്ടാണ് വരുന്നത്. 2 കിലോ 3 കിലോ. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എന്നാന്ന് വെച്ചാൽ ഒരു ഷിമ്മിക്കൂടിൻ്റെ അകത്ത് കൊണ്ടുവന്ന കൈ നിറച്ച് കാശാണ്. ഒരു ചെറിയൊരു ഷിമ്മിക്കൂട് 5-6 കിലോ വരും. 5-6 കിലോ വന്നിട്ട് കൈ നിറച്ച് കാശ കിട്ടും. 1050 രൂപ വെച്ച്